ഹായ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. മക്കാം സിയാറത്ത് ചെയ്യാനും ട്രാവലിങ്ങിനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായ ചുരത്തിൽ മക്കാമിലാണ് ഇന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ചുരത്തിലെ മക്കാമൊക്കെ കയറാൻ ഒരുപാട് വലിയൊരു ചുരം തന്നെ കയറി വരുന്നു. കുത്തനുള്ള സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വണ്ടി അലോഡില്ല. പിന്നെ സ്കൂട്ടർ എങ്ങാനും ഇങ്ങോട്ട് പോരും, അല്ലാതെ കാറൊന്നും ഇങ്ങോട്ട് അലോഡില്ല. കാറ് പോരാൻ തന്നെ അതിനുള്ള റോഡ് വീതിയില്ല. ഏതായാലും നടന്നിങ്ങനെ കയറാം. നല്ലൊരു കയറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങോട്ടുള്ള വഴിയോര കാഴ്ചകൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൈഡിൽ ഉള്ള കുറ്റിമുളക്കാടുകൾ, ഒരു ഉയരം വെക്കാത്ത ഒരു തരം കുറ്റിമുളയാണത്. ഇങ്ങനെ ഒരുപാടങ്ങ് കയറാണ്ട് നല്ല കുത്തനുള്ള കയറ്റം. ഇതാണ് ചുരത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കേട്ടോ. അതായത് ഇത് നമ്മളെ ചുരത്തിലെ 3-ാം വളവ് 4-ാം വളവൊക്കെ തിരിഞ്ഞ ആ ഏരിയനെ അതിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഏകദേശം എത്തിത്തുടങ്ങി. ആ കാണുന്നതാണ് മക്കാമ്. മക്കാം സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കാൽ കഴുകി വേണമെങ്കിൽ വുളു എടുത്ത് മക്കാമിലേക്ക് പ്രവേശിക്കാം. ഈ കാണുന്നതാണ് ചുരത്തിലെ മക്കാം. അപ്പോ മക്കാം സിയാറത്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇവിടേക്ക് സിയാറത്തിനായിട്ട് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഈ ചുരത്തിൽ മക്കാമിന്റെ അടുത്ത് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്തായി ഒടുങ്ങാക്കാട് ഔലിയപ്പാപ്പാന്റെ മക്കാമും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ മക്കാമിനോട് ചേർന്ന് തന്നെ പള്ളിയുടെ പുറകുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കാണേണ്ട കാഴ്ച. ഈ ചുരത്തിൽ മക്കാമിന്റെ ചുറ്റുപാടും വനപ്രദേശമാണ് കേട്ടോ. ഈ കാണുന്ന പാറക്കടിയിലുള്ള ഗുഹക്കുള്ളിലാണ് ഔലിയ അവറുകൾ ഇബാദത്തിലായി കഴിച്ചു കൂട്ടിയതത്രേ. ഈ ഗുഹക്കുള്ളിൽ ശരിക്കും കുനിഞ്ഞു തന്നെ വേണം പ്രവേശിക്കാൻ. അത്രയും കുടുസായ ഗുഹയാണിത് കേട്ടോ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദ്വാ ഇരക്കാനും സൗകര്യമുണ്ട്. ഇവിടെ കബറടക്കപ്പെട്ട ഈ ഔലിയ മരണപ്പെട്ടതിനു ശേഷം CM വലിയുള്ളാഹി തങ്ങൾ ഇവിടെയുള്ള ഗുഹയിൽ ഇബാദത്തിൽ ഇരുന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതുകൂടാതെ അകത്തേക്ക് വേറെയും ഗുഹയുണ്ട്. ഇത് ഈ ഗുഹയെക്കാളും ഇടുങ്ങിയ ഒരു ഗുഹയാണ് കേട്ടോ. അധികമാർക്കും അറിയാത്ത ഈ മക്കാമിനെ കുറിച്ചും ഈ ഔലിയെ കുറിച്ചും സമൂഹത്തോട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ CM വലിയുള്ളാഹി തങ്ങളാണ്. ഈ കാണുന്ന പാറക്കടിയിലാണ് മുമ്പ് കണ്ട ഗുഹ സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു പാറ തന്നെയാണ് ഇത് ട്ടോ. ഇതുപോലുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഗുഹകൾക്കുള്ളിലുമായിട്ടാണ് ഔലിയാക്കൾ അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്നത്. ഈ പാറപ്പുറത്ത് നിന്ന് നമുക്ക് ചുരത്തിന്റെ ചെരുവിലെ കാടുകളും അതുപോലെ നോളജ് സിറ്റിയും ഭംഗിയായി കാണാം. അതുപോലെ താമരശ്ശേരി ചുരവും ചുരത്തിലെ കാഴ്ചകളും ഇവിടെ നിന്ന് ഭംഗിയായി കാണാൻ പറ്റും.
നല്ലൊരു കിടിലം വ്യൂ പോയിന്റ് കൂടിയാണ് ഇവിടം. ഇതുപോലുള്ള കൗതുകകരമായതും ഉപകാരപ്രദവുമായ പുതുപുത്തൻ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലെത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.